സേതു, സേതു വിചാരിച്ചാലേ കാര്യം നടക്കും. മുതലാളിയെടുത്ത് പറഞ്ഞ് ബോണസ് ഒന്ന് കൂട്ടിത്തരാൻ പറയണം. അത് നിങ്ങൾ പേടിക്കണ്ട. തൽക്കാലം പണം കയ്യില്ലെങ്കിലും നമ്മുടെ ക്ഷേമനിധിയുടെ പണം മുതലാളിയുടെ കയ്യിലുണ്ടല്ലോ, അത് എന്തെങ്കിലും എടുത്തു തരും. ഒരു കണക്കിന് നോക്കിയാ കുഞ്ഞാലിയെ പോലെ പാർട്ടി ഒന്നും ഇല്ല നടക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ നടന്നാൽ നമ്മളിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അയാളുടെ മാത്രം പ്രശ്നമായി തീരും. മുതലാളിമാർക്ക് നമ്മളെ ഉപദ്രവിക്കാൻ കൂടുതൽ സൗകര്യമാവും. ഏതായാലും മുതലാളിയെ കണ്ട ശേഷം ഞാനൊരു തീരുമാനത്തിലെത്താം. അതുവരെ ക്ഷമിക്കും. അടുത്ത ലോഡ് ഇപ്പം വരും. നമ്മൾ കാരണം താമസിക്കണ്ട. വാ. കൂടുതലാണ് കൂലിക്കാരനെ വിളിക്കാനും നിവൃത്തിയില്ല, സ്വന്തമായി ചുമക്കാനുള്ള ആരോഗ്യവും ഇല്ല. നിക്കടാ അവിടെ. നിന്റെ യൂണിയൻ ബാഡ്ജ് എവിടെ? നിൽക്കടാ അവിടെ. ചോദിച്ച കേട്ടില്ലേ? യൂണിയനിൽ അംഗമല്ലാത്തവരാരും ഇവിടെ പണിയെടുക്കാൻ പാടില്ലെന്ന് ഇവിടെ നിന്നു. വിശപ്പിന് മറ്റു മറികളൊന്നും ഇല്ലാഞ്ഞിട്ടാ ഇനിമേൽ ഞാൻ എവിടെയെങ്കിലും വരില്ല. അവന്റെ വേസ്റ്റ്. ഇവിടുത്തെ കള്ളം മുതലാളിയെയും അയാൾക്ക് ശുങ്കിന് പാടുന്ന യൂണിയനിലും എനിക്ക് വിശ്വാസമില്ല. ചങ്കറപ്പള്ള എവനെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വേടാ. തോന്നുമ്പോഴൊക്കെ വന്ന് തല്ലി ചതച്ചിട്ട് പോവാൻ പട്ടികളൊന്നുമല്ലേ മാന ഇവിടുത്തെ തൊഴിലാളികള്. കാര്യം പറഞ്ഞിട്ട് കൈപൊക്കുന്ന അയൽക്കൂട്ടർക്ക് നല്ലത്. കാരണം പറയാതെ കൈപൊക്കിയാ നീ എന്ത് ചെയ്യടാ? ആ പൊക്കുന്ന കൈ ഞാൻ അറിഞ്ഞ് താഴെ ഇടും, അത്രേ ഉള്ളൂ. നീ ഇപ്പോ മാർക്കറ്റിൽ ഒരു ചുമട്ട് തൊഴിലാളി മാത്രമല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിരിയാനാവാത്ത കൂട്ടുകാരൻ കൂടിയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെ ഈ പോലീസ് വേഷത്തിൽ കാണുക എന്നത്.
നമ്മൾ കുട്ടിക്കാലത്ത് കള്ളും പൊളിസും കളിക്കുന്ന ഓർമ്മയുണ്ടാ കുഞ്ഞാലി? അന്നും നീ തന്നെയായിരുന്നു പോലീസ്, ഞാൻ കള്ളനും. നീ സ്കൂളിൽ പോകണമെന്ന് അച്ഛൻ എത്ര നിർബന്ധമായിരുന്നു? അന്ന് എനിക്ക് അതിനുള്ള വിവരമില്ലായിരുന്നു. എന്റെ വാപ്പക്കും വിവരമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ നമുക്ക് 5 വയസ്സുള്ളപ്പോ വാപ്പ എന്നെ ഇട്ടേച്ചും പടച്ചോന്റെ അടുത്തേക്ക് പോയത്. അന്ന് നിന്റെ അച്ഛൻ എന്നെ വീട്ടിൽ വിളിച്ച് കയറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമായിരുന്നു. ചന്തയിലെ ചട്ടമ്പികളുടെ കയ്യിൽ നിന്നും അടിയും ഇടിയും കുറെ വാങ്ങിയതില്ലേ? ഞാനൊരു പെങ്ങളല്ലാതെ ആരിയ്ക്കുന്നു തുണി മുക്കി ആവി പിടിച്ചു തരാൻ? കണ്ടോടാ കുഞ്ഞാലി, ഇതാണ് പണ്ടച്ഛൻ പറയാറുള്ളത്. അദ്ദേഹത്തിന് 3 മക്കളുണ്ടെന്ന്. നമ്മുടെ അന്തസ്സിന് ചേർന്നല്ല കുഞ്ഞാലിക്ക ഈ വഴക്കും വയ്യാവേലിയും. അന്യായം കണ്ടാൽ അത് കണ്ടോണ്ട് നിൽക്കാൻ എന്നെ കിട്ടില്ല. പോലീസും കോടതിയൊക്കെ ഇടപെട്ട് വരുമ്പോ വാദിയെ പ്രതിയാക്കുന്ന നാടാ നമ്മുടേത്. പോലീസിനെ നീ നീതിയൊന്നും പഠിപ്പിക്കണ്ട. കഴിവതും മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. നിയമത്തിന്റെ ഭാഷയൊന്നും എനിക്കറിയില്ല, സ്നേഹത്തിന്റെ ഭാഷ എനിക്കറിയൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്ക് നിയമത്തെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. കമ്പോളത്തിൽ നീ വഴക്കുണ്ടാക്കിയെന്ന് കേട്ടാൽ അന്ന് ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കും. മധു, ചേട്ടാ, എന്നെ ആര് തല്ലിയാലും ഞാൻ ഇനി തിരിച്ചു തല്ലില്ല. ഞാൻ ഈ നാട് വിട്ട് ഈ നിമിഷം പോയിക്കോളാം. നീ ഉദ്യോഗത്തിൽ നിന്ന് പിരിയരുത്. എന്റെ ജീവനാടാ നിന്റെ ഉദ്യോഗം. ഈ ഗുളിക മരുന്നും കൂടെ 6 നേരത്തേക്കുണ്ട്. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊക്കെ നല്ലപോലെ എഴുന്നേറ്റ് നടക്കാറായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പോയിട്ട് വരാം. മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. കുഞ്ഞാലിക്ക, ചേട്ടൻ കാരണം എനിക്കിപ്പോ കോളേജിൽ പോലും പോകാൻ വയ്യാതായിരിക്കാണ്. അവനിപ്പോ ഇവിടെയും വരാറില്ലല്ലോ. എന്ത് ചെയ്യാ, മകനായി പോയില്ലേ, ക്ഷമിക്കാതിരിക്കാൻ പറ്റും. ഡാഡി, എനിക്കൊരു 500 രൂപ വേണം. പിക്നിക്കിന് പോകാനാണ്. 500 രൂപ? തരൂ ഡാഡി, ഇനി ഞാൻ ചോദിക്കില്ല. ഇതാ, സേഫ് തുറന്ന് എടുത്തോളൂ. താങ്ക് യു ഡാഡി. ചെയ്തു ഇരിക്കൂ. ലോഡുകളെല്ലാം പറഞ്ഞ സമയത്ത് എന്നെ കൊണ്ടെത്തിച്ചു. തൊഴിലാളികളുടെ ആത്മാർത്ഥം കൊണ്ടാണ് ഇത്രയും വേഗം ജോലി തീർക്കാൻ കഴിഞ്ഞത്. സേതുവിന് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യസമയത്ത് നടക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ ഡാഡി. മോള് ചെല്ലു. മുതലാളി, ഞാനിന്ന് വന്നത് ഞങ്ങളുടെ ബോണസിന്റെ കാര്യം സംസാരിക്കാനാണ്. അതിന് അല്പം കൂടി സമയം തന്നുകൂടെ? അത് പറ്റില്ല. ഞാൻ എന്റെ തൊഴിലാളികളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവെച്ചേക്ക് തയ്യാറല്ല. ഒരു നല്ല തൊഴിലാളി മുതലാളി ബന്ധം സൃഷ്ടിക്കാനാണ് എന്റെ ശ്രമം. സേതു, മുതലാളി ഇല്ലെങ്കിൽ തൊഴിലാളി ഇല്ലെന്ന് ഓർക്കണം. തൊഴിലാളി ഇല്ലെങ്കിൽ മുതലാളിയില്ല. ഞാൻ സേതുവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ബോണസിന്റെ കാര്യം അടുത്ത ആഴ്ച തന്നെ ശരിപ്പെടുത്താം. പിന്നെ സേതുവിന് പണത്തിന്റെ ആവശ്യമല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാവും. എനിക്ക് എന്റേതായ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. എന്റെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മാത്രം പരിഹരിച്ചാൽ മതി. ഞാൻ പോവുകയാണ്. ശരി. മുതലാളിയുടെ ഈ ഇലയിലൊന്നും അവൻ കൊത്തത്തില്ല. അതിന് വേറെ ആളിനെ നോക്കണം. ഒന്നിച്ച് ആ തുക ബാങ്കിലിടാൻ പറഞ്ഞാൽ സംഗതി ആകെ കുഴപ്പമാ. മുതലാളി കളക്ടറെ വിളിച്ച് കാര്യം പറ. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ മിനിസ്റ്ററെ വിളിച്ച് കാര്യം പറ.
എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് കാര്യം പറ, ഞാൻ ശരിയാക്കി തരാം. എരപ്പാളി പോകാൻ പറഞ്ഞ് ഞാനങ്ങ് പോകത്തില്ലേ, എന്തിനാ ചൂടാകുന്ന ആവശ്യം?